ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബുൽ ഇൽമി, പഠിത്തത്തിൽ പറയുന്ന പാഠം, അറിവിൽ പറയുന്ന പാഠം. സിഫത്തുൻ തൂജിബു തമ്മീസൻ ലാ യഅ്തമിലു നഖീള ഫിൽ ഉമൂരിൽ മഅനവിയ്യ എന്നതാണ് നമ്മൾ ഇവിടെ കൊടുത്ത താരീഫ്. ഇൽമിന് താരീഫ് പറയേണ്ട കാര്യമില്ല, ളറൂരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുണ്ടോ? ബാബു ഫളിൽ ഇൽമി, ഇൽമിന്റെ ശ്രേഷ്ഠതയിൽ പറയുന്ന പാഠം. കിതാബുൽ ഇൽമി എന്നും ബാബു ഫളിൽ ഇൽമി എന്നും രണ്ടും ഉള്ള നുസ്ഖയാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. രണ്ടും ഉണ്ടോ? ഖൗലുല്ലാഹി അസ്സ വജല്ല എന്നാണ്. ഫീഹി ഖൗലുല്ലാഹി അസ്സ വജല്ല എന്ന് പറയണം. ആ ഫളിലുണ്ട് അള്ളാഹുവിന്റെ കൗല് എന്ന്. കൗലിന്ന് ആൾക്കാർ വായിച്ചവരുണ്ടാവും. ഫളിൽ ഇൽമി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അത്തുപാക്കിയിട്ട് ഖൗലുല്ലാഹി അസ്സ വജല്ല എന്ന്. മനസ്സിലായില്ല? അങ്ങനെ വായിക്കുന്നതിനേക്കാൾ നല്ലത് വഫീഹി ഖൗലുല്ലാഹി അസ്സ വജല്ല. ഖൗലെന്ന് വായിക്കുമ്പോൾ ആൾക്കാർക്ക് ഇറാബ് കിട്ടുന്നില്ല, അതുകൊണ്ട് പിന്നെ അവര് അങ്ങോട്ടങ്ങ് അത്തുപാക്കി വെച്ചു. യർഫഉല്ലാഹു, അല്ലാഹു ഉയർത്തും, അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്നുള്ള മുഅ്മിനീങ്ങളെ. ഈമാൻ വിഷയമാണ്. മുഅ്മിനാകണം. എങ്ങനെ ഉയർത്തും? ബിൻ നസ്രി വഹ്സനി ദിക്രി ഫിദ്ദുനിയ, ദുനിയാവിൽ നല്ല വർത്തമാനം നമ്മൾ കൊണ്ട് പറയും. ദുനിയാവിൽ അള്ളാഹിന്റെ സഹായം ഉണ്ടാവും. മുഅ്മിനാവണം. വല്ലദീന, ഒരു കൂട്ടരെയും ഉയർത്തും. അപ്പൊ അല്ലദീന ആമനുവിനെയും, അല്ലദീന ആമനു എന്ന് പറയുമ്പോൾ അതിനകത്ത് അമ്മായി അത്തുബുൽ ഖാസിയല്ല അമ്മാക്കിക്കോ. അപ്പൊ അത്തുബുൽ ഖാസ് ആ ഖുസൂസിനെ കൊണ്ടുവരാനാണ് ഇവിടെ ഉദ്ദേശം. അപ്പൊ നിങ്ങളിൽ നിന്നും ഉലമാക്കന്മാരെ പ്രത്യേകിച്ച് ഉയർത്തുമെന്നതിന്റെ അർത്ഥം. യർഫഉല്ലാഹുല്ലദീന, അള്ളാഹു ഉയർത്തും എന്ന് പറഞ്ഞു. അപ്പൊ ആ ഉയർത്തലും അല്ലദീന ആമനുവിൽ ആരും പെട്ടിട്ടുണ്ട്, അല്ലദീന ഊത്തുൽമയും പെട്ടിട്ടുണ്ട്. അവ രണ്ടും ഉയർത്തല്ല. അല്ലദീന ആമനു എന്നൊരു കൊണ്ട് ഉയർത്തൽ കിട്ടിയല്ല. പിന്നെ അല്ലദീന എന്ന് പറയാൻ വേറെ ഉയർത്തലും കിട്ടി. അവ ഖുസൂസിയ നിലയിൽ ഉയർത്തലാണ് ആലിമീങ്ങൾക്കുള്ളത് എന്ന് അതിൽ നിന്നും കിട്ടും. അവ ഫളുൽ ഇൽമെന്ന് ബാബിടാനും പറ്റി. മുസന്നിഫ് റഹ്മത്തുള്ളാഹി ഇല്ല. പിന്നെ എന്താണ് കാരണം? ബിമാ ജമഉ, ഉലമാക്കന്മാർ ഒരുമിച്ച് കൂട്ടിയൊന്നിന്റെ കാരണം കൊണ്ട് തന്നെ മിനൽ ഇൽമി, ഇൽമും പിന്നെ വല്ല അമലി, അമലും. അമലില്ലെങ്കിൽ പിന്നെ ആലിമായിട്ട് കാര്യമില്ലല്ലോ. മുഅ്മിനീങ്ങളെക്കാൾ ഉലമാക്കന്മാരുടെ ദറജ 700 ദറജയാണ്. ഓരോ ദറജത്തിന്റെ ഇടയിലും 500 കൊല്ലത്തെ വഴിദൂരവും ആണ്. അപ്പൊ ഈമാൻ കൊണ്ട് നല്ല ആലിമായ പിന്നെ എന്തോരം പ്രതിഫലം. വല്ലാഹു പടച്ചവൻ, പിന്നെ ആലിമായിട്ട് കാര്യമില്ല. പിന്നെ അള്ളാഹു പറയുന്നുണ്ട് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. ഇൽമൊക്കെ പഠിച്ചിട്ട് ലോകമാന്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും നടക്കണ്ട എന്നാ ബാക്കി അതിന്റെ മഹന. വല്ലാഹു ആകുന്നത് ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒന്നുകൊണ്ട് ഖബീറുൻ, അള്ളാഹു ഭയങ്കരമായിട്ട് അറിയുന്നവനാണ്. അപ്പൊ അതിന്റെ അർത്ഥം രണ്ടുപേരെയും താക്കീത് ചെയ്യലായി. ഏത്? അന്നല്ലദീന ആമനൂ മിൻകും, അവർക്കും താക്കീതായി. പിന്നെയോ വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്തൻ, അവർക്കും താക്കീതായി. ഈമാൻ കൊണ്ടിട്ട് ഇങ്ങനെ നടക്കുക, അലിമീങ്ങളെ തെറി പറഞ്ഞുകൊണ്ട് നടന്നാലും അതും ഖബീറും ബിമാ തഅമലൂനയാകും. ഇൽമുണ്ടെന്ന് പറഞ്ഞ് നടക്കുക, നാടന്മാരൊക്കെ പിടിച്ച് അവരെയൊക്കെ ഒരു വഴിയിലാക്കിയിട്ട് നമ്മൾ വലിയ വമ്പന്മാരായിട്ട് നടക്കുക, കിബറന്മാരായിട്ട്, അവർക്കും താക്കീതായി. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ എന്ന് പറഞ്ഞ ആയത്ത് കൊണ്ട്. മനസ്സിലായില്ലേ? ഖൗലുഹു അസ്സ വജല്ല, അതും ഉണ്ട്. ആ ഫളുൽ ഇൽമിനായ നിലയിലുണ്ട്. ഖൗലുല്ലാഹി ഉണ്ട്, പിന്നെ ഖൗലുഹു അസ്സ വജല്ലയും ഉണ്ട്. ഏതാ എന്ന് പറയാനാ നല്ലത്.
റബ്ബി സിദ്നി ഇൽമ എന്ന ഖൗലിന്റെ ഫദ്ൽ ഇപ്പൊ നമ്മളെന്ത് പറയും? പിന്നെ ഗർഭമില്ലാതെ അതിന്റെ ഫദ്ൽ എന്ത് പറയാൻ നമ്മള്? അല്ലാഹു തആലന്റെ ആയത്താന്ന് പറയുന്നത്. അതാണ് ഫദ്ൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഫീഹി സങ്കല്പിച്ചു കൊടുത്താൽ മതി. ഈ ഫദ്ലുൽ ഇൽമിലായിട്ടുണ്ട് എന്തുണ്ട്? അള്ളാന്റെ കൗലുണ്ട്, പിന്നെന്തുണ്ട്? വേറെ കൗലും ഉണ്ട്. അപ്പൊ ഇൽമി എത്രയും മുസ്ലിംമാര് ടൈറ്റിലൊക്കെ എടുത്ത് ഇനിയിപ്പോ ഡിഗ്രിയൊക്കെ എടുത്ത് ഇനിയിപ്പോ ഞമ്മക്കിന് എന്താ ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നടക്കണ്ടെന്നായിരിക്കും. റബ്ബി സിദ്നി ഇൽമാ. അല്ലാഹു തആലാന്റെ റസൂലിനോട് ഏതെങ്കിലും ഒരു കാര്യം സിയാദത്തിന് വേണ്ടി തേടാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൽമിനെ തേടാൻ കൽപ്പിച്ചിട്ടുണ്ട്. വേറെ ഒരു കാര്യം തേടിയിട്ടില്ല സിയാദത്തിന്. അപ്പം സിയാദത്ത് എന്നുള്ളത് എന്താണ്? നല്ലതിന്. അപ്പൊ അതിനകത്ത് ഫദ്ലുൽ ഇൽമ് വന്നു. മനസ്സിലായില്ല? ഖൗലുഹു അസ്സ വജല്ലയും അതിനുണ്ട്. സിദ്നി ഇൽമ സൽഹു, തങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം സിയാദത്ത മിൻഹു എന്ന്. എന്നാ അപ്പൊ ഫദ്ലുൽ ഇൽമിൽ ഈ രണ്ടായത്ത് കൊണ്ടങ്ങ് മതിയാക്കി. ഇനി ഇവിടെ പ്രത്യേകിച്ച് വർത്തമാനം പറയുന്നില്ല. ബാബു ഫദ്ലുൽ ഇൽമി എന്ന് പറഞ്ഞിട്ട് രണ്ടായത്ത് കൊണ്ടങ്ങ് മതിയാക്കി. എവിടെ അതീതൊന്നും കാണുന്നൊന്നുമില്ല അല്ലേ? ഇത്രയൊക്കെ മതി, ഇന്ന് നോമ്പല്ലയോ? ഇത്രയൊക്കെ മതി, ഇന്ന് നോമ്പായതുകൊണ്ട് ഇനിയിപ്പോ അതീതൊന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിപ്പിക്കണ്ടെന്നായിരിക്കും മുസന്നിഫ് റഹ്മത്തുള്ളാഹി. എന്നിട്ടാ വഖ്തബൽ മുസന്നിഫ് ഫീ ബയാനി ഫളീലത്തുൽ ഇൽമി ബിഹാതൈനിൽ ആയത്തൈനി, ഈ രണ്ടായത്ത് കൊണ്ട് ഫളീലത്തുൽ ഇൽമിന്റെ വിശദീകരണത്തിൽ. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലായി ഖൗലൂന്ന് വായിക്കണമെന്നായി. വഫീഹി സങ്കല്പിച്ചിട്ട് വഫീഹി ഖൗലുല്ലാഹി, ആ ഫളീലുൽ ഇൽമിലുണ്ട് അള്ളാഹുവിന്റെ ഖൗലുണ്ട്. മനസ്സിലായില്ല? അപ്പൊ ഈ രണ്ടായത്ത് കൊണ്ട് മതി. ഫളീലുൽ ഇൽമിൽ ഈ രണ്ടായത്ത് കൊണ്ട് മതിയാക്കി എന്ന് പറയുമ്പോൾ ഖൗലീന്ന് വായിക്കാൻ പാടില്ല എന്ന് കിട്ടും അവിടുന്ന്. ആൾക്കാരും കൗലീന്നൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഫത്തുൽ ബാരിയിലൊക്കെ കൗലീന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും അത്ഫാക്കിയിട്ട്. അത് തഹ്ഖീഖിന് എതിരാണ്. തഹ്ഖീഖ് ഇങ്ങനാണ്. എങ്ങനെ? وكتب المصنف في بيان فضيلة بهاتين الآيتين لأن القرآن العظيم അദീമായ ഖുർആൻ തന്നെ അല്ലേ അഅ്ളമുൽ അദില്ല, ദലീലുകൾ വെച്ച് ഏറ്റവും അഅ്ളമായത്. മനസ്സിലായില്ല? അല്ലെങ്കിൽ പിന്നെ മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാന്റെ ഷർത്ത് ഒത്ത ഹദീസ് ഫദ്ലുൽ ഇൽമിൽ വന്നിട്ടില്ല. അങ്ങനെ പറയാം. ഇവർ ഭയങ്കര കർശനാണല്ലോ ഇതിന്. കർക്കശമായ ആളായതുകൊണ്ട് നമുക്ക് പറ്റിയ അതീത് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്റെ കിതാബിൽ അതിനെ കൊണ്ടുവന്നില്ല. എന്താ രണ്ട് മറുപടിയും പറയാതില്ല കേട്ടാ. അപ്പൊ ബാക്കിയുള്ളതൊക്കെയെന്നോ അത് നിങ്ങളുമായി അവരുമായി നമുക്കറിയില്ല എന്നതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഔലിയന്നഹു ലം യഖഉ ലഹു, മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാഹി വാഖിയായിട്ടില്ല. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇവരൊന്നും ആവില്ല. ഹദീസുൻ മിൻ ഹാദൻ നൗഇ അലാ ശർത്തിഹി, ഓരോ ഷർത്തിന് കുറെ നിബന്ധന, ഓരോ അതീതെടുക്കാൻ കുറെ നിബന്ധനകളൊക്കെ ആ ഷർത്തുകളൊക്കെ വന്നു. വലതു ഭാഗത്ത് ഉപ്പേതിനുണ്ട്. ഇമാമിനെ ഒരു അതീത് പഠിക്കാൻ പോയതല്ലേ, അതീത് പഠിക്കാൻ പോയ വലതു ഭാഗത്ത് ഉപ്പുന്നുണ്ട്. വേഗം അങ്ങ് പോയി. ഇവിടെ പറ്റില്ല, ഇത് റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരെ ചെയ്യുന്ന ആളാ. അപ്പൊ അത്രത്തോളം കർക്കശമായ ആളാവും. പിന്നെ ഓരോ ഷർത്തിനൊക്കെ അതീത് വരട്ടെ, ഇല്ലാത്തതിന്റെ ഒപ്പം കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിലോ ആയത്ത് തന്നെ മതിയല്ലോ ഫദ്ൽ അറിയിക്കാൻ എന്ന്. യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്തിൻ. എന്നീ നമ്മളെ തറക്കല്ലിടാൻ നേരത്തേക്ക് ഈ ആയത്ത് തോന്നുന്നത് നല്ലതാ. അതിനകത്തുണ്ടല്ലോ യർഫഉ, അപ്പൊ പെട്ടെന്ന് ഉയർന്നു വരും. റഫഅനാ ലക ദിക്റക, അത് പോകുന്നത് നല്ലതാ. തറക്കല്ലിടുമ്പോ പെട്ടെന്ന് ഉയർന്നു വരും. ബിഹഖി ഖൗലിക്കൽ മുകറം വറഫഅനാ ലക ദിക്റക വബിഹഖി ഖൗലിക്കൽ അസീസ് യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്തിൻ വബിഹഖി ഖൗലിക്കൽ മുകറം വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അത് കല്ലിടാൻ പോകുമ്പോഴൊക്കെ എന്ത് ചെയ്യാം, സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനൊക്കെയാണ് പോയി ദ്വാരക്കുക. അല്ലാതെ അവിടെയും പോയി അല്ലാഹു മജൽ ഖബറു റൗദം മിൻ റിയാദിൽ ജന്ന എന്ന് പറയല്ല. പെട്ടെന്ന് അയാൾ മരിപ്പിച്ച് കളയാൻ പറ്റിയിട്ട്
മുഖത്തതല്ല ആലനുസരിച്ച് ദ്വാരത് പഠിക്കണം. പിന്നെ അപ്പം അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇത് കസ്തലാൻ എഴുതിയണ്ടോ, അല്ലെങ്കിൽ അവിഖ്തറമത്തുൽ മനീയത്തു, മരണം വന്ന് പിടിപെട്ടുപോയിരുന്നു. ഖബല യുൽഹിഖ ബിൽ ബാബി ഹദീസൻ യുനാസിബുഹു, ഇതിനോട് അനുയോജ്യമായ ഒരു ഹദീസ് ചേർക്കുന്നതിന് മുമ്പ് മരിച്ചുപോയിരുന്നു. എന്താണ് ഇങ്ങനെയൊക്കെ എഴുതിയതൊക്കെ ഒരു ലിഅന്നഹു കതബൽ അബ്വാബ വത്തറാജിമ സുമ്മ കാന യുൽഹിഖു ബിഹാ മാ യുനാസിബുഹാ മിനൽ ഹദീസ് അലാ ശർത്തിഹി. അങ്ങനെ ഒരു പറയാൻ കാരണമുണ്ട്. ആദ്യം മൂപ്പര് എന്ത് ചെയ്തു, മൂപ്പര് കിതാബ് ഉണ്ടാക്കുമ്പോൾ തന്നെ ആദ്യം ചെയ്ത പണി, ആദ്യം ബാബുകളിട്ട്, പിന്നെ തർജുമകളിട്ട്, ഓരോ ഹെഡിങ്ങുകളിട്ട്. സുമ്മ കാന യുൽഹിഖു ഫിഹാ, എന്നിട്ട് ആ ഹെഡിങ്ങുകളിലും ആ തർജുമകളിലും മൂപ്പര് കൂട്ടിക്കൊടുത്തിരുന്നു മാ യുനാസിബുഹാ മിനൽ ഹദീസി അലാ ശർത്തിഹി. അതുകൊണ്ട് തന്നെ ഫലം യഖഉ ലഹു ശൈഉൻ മിൻ ദാലിക. എന്നാ ഇനി പോട്ടെ. വലൗലം യക്കുൻ മിൻ ഫളീലത്തിൽ ഇൽമി, ഫളീലത്തിൽ ഇൽമിനാൽ ഉണ്ടായില്ലെന്നൊക്കെ ഇല്ല ആയത്തു. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വഉലുൽ ഇൽമി എന്ന് പറഞ്ഞല്ലോ. ആയത്ത് തന്നെ മതി, ആയത്ത് തന്നെ മതി. ഇനിയിപ്പോ അതിനെ കൊണ്ടുവന്ന ചെറുത്തത്തിൽ പറയാൻ പറ്റില്ലല്ലോ. ആയത്തിനെ കൊണ്ടുവന്നതേ ചെറുത്തത്തില്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. ആയത്തിൽ ചെറുത്തോക്കാത്ത തൊട്ടോ എല്ലാ ആയത്തിനും കൊണ്ടുവന്ന പിന്നെ ഖുർആൻ എടുത്ത് ചോദ്യം പോലെ പിന്നെ നമ്മൾ ബുഖാരി നടക്കണം. ഫളീലത്തുൽ ഇല്ല ആയത്തു ഷഹിദല്ലാഹു ഫബദ അല്ലാഹു തആല ബിനഫ്സിഹി വസന്ന ബിമലായികതിഹി വസല്ലത ബിഅഹ്ലിൽ ഇൽമി വനാഹിക ബിഹാദാ ശറഫൻ വൽഉലമാഉ വറസത്തുൽ അംബിയാ കമാ സബത ഫിൽ ഹദീസ്. പിന്നെ വൈദാക്കാന ലാറുത്തുബത്ത് ഫൗഖൽ നുബുവ, നുബുവത്തിന് ഫൗഖിൽ വേറെ റുത്തുബയില്ല. ഫലാ ഷറഫ ഫൗഖ ഷറഫിൽ വാരിസ, ആ നുബുവത്തിന്റെ അനന്തരമായി കൊണ്ടുവന്ന ആലിമ്യങ്ങളുമാണ്. മനസ്സിലായോ? ആ റുത്തുബയ്ക്ക് അനന്തരമായി കൊണ്ടുവന്ന ഷറഫിന്റെ ഫൗഖിൽ വേറെ ഷറഫില്ല. ഗായത്തുൽ ഇൽമി അൽ അമലു, അത് പറഞ്ഞേക്കാം. ഇൽമിന്റെ ഗായത്ത് പ്രവർത്തനമാണ്. ലിഅന്നഹു അമലാണ്, സമറത്തുഹു ഇൽമിന്റെ ഫലം. വഫായിദത്തുൽ ഉംരി വസാദുൽ ആഖിറത്തി, ആഖിറത്തിന്റെ ഭക്ഷണവും ആയുസിന്റെ ഫായിദയും ഇൽമിന്റെ സമറത്തും അമലാകുന്നു. ഫമൻ ലഫിറ ബിഹി സഇദ, അതുകൊണ്ട് അമല് കൊണ്ട് ആര് വിജയിച്ചാലും അവൻ വിജയിച്ചവനാണ്. വമൻ ഫാത്തഹു ഖസിറ, അമലിൽ നഷ്ടപ്പെട്ടു പോയാൽ അവൻ പരാജിതനാണ്. ഫൈദൽ ഇൽമു, ഇൽമു എന്നുള്ളത് അഫ്ളലു മിനൽ അമലി ബിഹി, ഇൽമു കൊണ്ട് അമൽ ചെയ്യുന്നതിനേക്കാൾ അഫ്ളല് ഏത് തന്നെയാണ്? ഇൽമു തന്നെയാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. ലിഅന്ന ശറഫഹു, ഇൽമിന്റെ ശറഫ് ബിശറഫി മഅലൂമിഹി വൽ അമലു ബിലാ ഇൽമിൻ ലാ യുസമ്മാ അമലൻ. അപ്പൊ ഇൽമു പഠിച്ചണം, ഇൽമു നല്ലോണം പഠിച്ച് ഇബാദത്ത് ചെയ്യണം. ബഅദുന്നാസൊക്കെ ഇന്നലെ 100 റക്അത്തൊക്കെ നിസ്കരിച്ചിട്ട് വന്നിരിക്കുക, 1:30 വരെ കരിച്ചത് 100 റക്അത്ത്. അത് ഇൽമു പഠിക്കണം. ലാ യുസമ്മാ അമലൻ ബൽ ഹുവ റദ്ദുൻ വ ബാത്തിലു. തിരിഞ്ഞില്ലേ? വയൻഖസിമുൽ ഇൽമു, ഇൽമു മുൻഖസിമാകും മിൻഖിസാമാത്തിൽ മഅലൂമാത്തി വഹിയ ലാ തുഹ്സ ഫമിൻഹാ അല്ലാഹിറു والمراد به العلم الشرعي المقيد بما يلزم المكلف في أمر دينه عبادة ومعاملة، وهو يدور على التفسير والفقه والحديث. وقد عد الشيخ عز الدين بن عبد السلام تعلم النحو وحفظ غريب الكتاب والسنة وتدوين أصول الفقه. അല്ല, ഇവകളെല്ലാം മഹാനായ ഇസുദ്ദീൻ അബ്ദുസ്സലാം തങ്ങൾ എണ്ണിയിട്ടുണ്ട്. മിനൽ ബിദ്അൽ വാജിബത്തി, വാജിബത്തായ ബിദ്അത്തിൽ പെട്ടിട്ടുണ്ട്. വമിൻഹാ ഇൽമുൽ ബാത്തിനി വഹുവ നൗആനി,
الأول علم المعاملة وهو فرض عين في فتاوى علماء الآخرة فالمعرض عنه هالك അതിനെ തൊട്ട് തിരിഞ്ഞു കളയാൻ നശിക്കുന്നവനാണ് هالك بسطوة مالك الملوك في الآخرة كما أن المعرض عن الأعمال الظاهرة ظاهراയ അമലുകളെ തൊട്ട് തിരിഞ്ഞു കളയുന്നവൻ ഹാലിക്കുൻ ബിസൈഫി സലാത്തീനി ദുനിയ ബിഹുക്മി ഫത്വ ഫുഖഹാഇ ദുനിയ വഹഖീഖത്തുഹു അൻ-നദറു ഫീ തസ്ഫിയത്തിൽ ഖൽബി വതഹ്ദീബിൻ നഫ്സ് ഇൽമിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഖൽബിനെ ശുദ്ധിയാക്കുന്നതിനുള്ള ചിന്തയും ശരീരത്തിനെ സ്ഫുടം ചെയ്തെടുക്കുക ബിത്തിഖാഇൽ അഖ്ലാഖി ദമീമത്തി മോശമായ സ്വഭാവങ്ങളെല്ലാം സൂക്ഷിക്കണം അല്ലത്തി എങ്ങനത്തെ മോശമായ സ്വഭാവങ്ങൾ ദമ്മഹശാരിഉ ശാരിഉ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ദമ്മ് ചെയ്തു കർരിയാഇ വൽ ഉജ്ബി വൽ ഗുസ്സി വഹുബ്ബിൽ ഉലൂബി നേതൃസ്ഥാനം ആഗ്രഹിക്കുക നേതൃസ്ഥാനം വരിക എന്നല്ല വന്നോട്ടെ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല അത് വഹുബ്ബുൽ ഉലൂബി വസ്സനാഇ വൽ ഫഖ്രി വത്വമഇ അതൊന്നും പറ്റില്ല ലിയത്തസ്ബിൽ അഖ്ലാഖിൽ ഹമീദത്തിൽ മുഹമ്മദിയ കൽ ഇഖ്ലാസ് വശുക്രി വസ്സബ്ർ വസ്സുഹദ് വത്തഖ്വ വൽ ഖനാഅ ഇതൊക്കെയാണ് ആലിമീങ്ങളുടെ ഔസാഫുകൾ പറയുന്നത് മനസ്സിലായില്ലേ ذلك لعمله بعلمه ليرث ما لم يعلم من عمل بما علم അല്ലമഹുല്ലാഹു മാലം എന്നല്ലേ അപ്പൊ പഠിച്ചനുസരിച്ച് ഇങ്ങനെ പ്രവർത്തിച്ചു വരുമ്പോൾ പഠിക്കാത്തേക്ക് പിന്നെയും പഠിപ്പിച്ചു തരും ഫഇൽമുഹു ബിലാ അമലിൻ വസീലത്തുൻ ബിലാ വായ വാഖസുഹു ജിനായത്ത് വത്തിഖാനുഹുമാ ബിലാ വറഇൻ കുൽഫത്തുൻ ബിലാ ഉജ്റത്തുൻ ഫഅഹമ്മുൽ ഉമൂരി സുഹൂദുൻ വസ്തിഖാമത്തുൻ ലിയന്തഫിഅ ബിഇൽമിഹി വഅമലിഹി വസഉശീറു ഇലാ നുബുദത്തിൻ മൻസൂറത്തിൻ ഫി ഹാദൽ കിതാബ് من مقاصد هذا النوع إن شاء الله بألطف إشارة وعبري ويعبر عن مهماته الشريفة بأرشق عبارة جمعا لفرائد الفوائد فأما النوع الثاني فهو علم المكاشفة وهو نور يظهر في القلب عند تزكيته قلب ശുദ്ധിയാക്കി എടുക്കണം ഇത് قلب ശുദ്ധിയാക്കുന്ന എങ്ങനെ ആലിമീങ്ങളെ തെറിയറുന്നമാരെ قلب ശുദ്ധിയാണോ عند تزكيته فتظهر به المعاني المشملة وتحصل له المعرفة بالله وأسمائه وصفاته وكتبه ورسله وتنكشف له الأستار عن مخبآت الأسرار فافهم وسلم تسلم ولا تكن من المنكرين تهلك مع الهالكين نعم قال بعض العارفين പറഞ്ഞു من لم يكن له من هذا العلم شيء أخشى عليه سوء الخاتمة وأدنى النصيب التصديق به وتسليمه لأهله മുക്കാശഫയുടെ ഇൽമില്ലാത്തവർക്ക് അങ്ങനെ ഒരു കൂട്ടർ വന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ അംഗീകരിച്ചു കൊടുക്കും ദീനിന് എതിരില്ലാത്ത പറയുമാണ് ദീനെതിര് പറഞ്ഞാൽ പിന്നെ നമ്മൾ മുങ്കർ നമ്മൾ നിഷേധിക്കുക നമ്മളെ ഇതിൽപ്പെട്ട തന്നെ ബാബു മനസ്സിലായില്ല ചോദിക്കുന്നവരിൽ പറയുന്ന പാഠം ഇൽമിനെ പറ്റി ചോദിച്ചു ബാബു ഒരുവനിൽ പറയുന്ന പാഠം സുഇല അയാളോട് ചോദിക്കപ്പെട്ടു ഇൽമിനെ സംബന്ധിച്ചു വഹുവ അയാളാകുന്നത് മുസ്തഖിലുൻ ഫീ ഹദീഥി അയാളുടെ ഹദീഥിൽ മുസ്തഖിലായിരിക്കവേ അയാളോട് ചോദിക്കപ്പെട്ടു അങ്ങനെ ഫഅത്തമ്മൽ ഹദീഥ അങ്ങനെ ഹദീഥിനെ പൂർത്തിയാക്കി സുമ്മ അജാബ സായില പിന്നെ ചോദ്യക്കാരന് മറുപടിയും പറഞ്ഞു ചോദ്യക്കാരനെ വെറുതെ ആക്കണ്ട അതിൽ പറയുന്ന പാഠം അപ്പം ഇൽമിന്റെ ഒരു വിഭാഗമാണ് എന്ത് പഠിച്ചത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് പഠിച്ചതേ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയിൽ വേറെ ചോദ്യം വന്നാലോ ഈ പറഞ്ഞു കൊടുക്കുന്നത് പൂർത്തിയാക്കിയിട്ട് പിന്നെ പറഞ്ഞു കൊടുത്താൽ മതി അതൊക്കെ ഇൽമാണ് മനസ്സിലായില്ല حدثنا وبسند المتصل المؤلف رحمه الله أنه قال حدثنا محمد بن سنان وحدثني إبراهيم بن المنذر قال حدثنا محمد بن فليح قال حدثنا أبي قال حدثني هلال بن علي عن عطاء بن يسار عن أبي هريرة رضي الله تعالى عنه وعنه أنه قال
ബൈനമ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മജ്ലിസിൻ യുഹദ്ദിസുൽ ഖൗമ, ജനങ്ങൾക്ക് ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. അൽ ഖൗം الرجال فقط أو والنساء تبعا لأن القوم شامل للرجال والنساء. يعدد القوم قومന് ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. ജാഅഹു അറാബിൻ, അപ്പോൾ ഒരു അപരിഷ്കൃതൻ, ഒരു ഗ്രാമീണൻ കയറി വന്നു. ഗ്രാമീണനല്ലേ, ഗ്രാമത്തിൽ താമസിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള ഇതേ ഉണ്ടാവുള്ളൂ, ബോധം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ഇൽമ നടക്കാണ്, അതിന്റെ ഇടയിൽ വർത്താനം പറഞ്ഞോളൂ, അങ്ങനെ ബോധമൊന്നും വരത്തില്ല, നാടന്മാരല്ലേ. അപ്പൊ കാല മത്തസായത്തു എന്നൊക്കെ ചോദിച്ചു. എപ്പോഴാ ഖിയാമനാള്? പെട്ടെന്ന് അറിഞ്ഞോളാം വയ്യ. മത്തസായത്തു എന്ന് അയാൾ ചോദിക്കാണ്, എപ്പോഴാ ഖിയാമനാള്? അപ്പൊ തങ്ങൾ എന്ത് ചെയ്തു? മദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ വർത്താനം പറഞ്ഞോട് എന്ന് എഴുതിയത് വർത്താനം പറഞ്ഞതിൽ അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി, മറുപടിയൊന്നും കൊടുത്തില്ലാന്ന്. അപ്പൊ കാല ബഅദുൽ ഖൗമി, അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ റസൂലിന് മറുപടി പറയത്തേന്നു. ഈ താലിബീകളോടല്ലേ ഓഫലത്തിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിരിക്കുന്നത്. അപ്പൊ കാല ബഅദുൽ ഖൗമി പറയാണ്, സമിഅ മാ ഖാല ഫകരിഹ മാ ഖാല, റസൂൽ പറഞ്ഞേ കേട്ടാണ്, പക്ഷെ ഇപ്പൊ അത് ചോദിച്ചത് തങ്ങൾ വെറുപ്പത്ത് കാണും. അല്ലെങ്കിൽ ജിത്തിയാദിന്റെ ആൾക്കാർ അസാബത്ത്. കാല ബഅദുഹു, മറ്റു ചില ആൾക്കാർ പറഞ്ഞു, കേട്ടിട്ടില്ല, കേട്ടെങ്കിൽ മറുപടി പറഞ്ഞാണ്. എങ്ങനോട്ട് അവരോട് പറയുന്നത് കേൾക്കല്ല അവരുടെ ജോലി വേറെ. കാല ബഅദുഹും, പണ്ടും ഇങ്ങനെയൊക്കെയാണ് അതിന്റെ അർത്ഥം. കാല ബഅദുഹും, മറ്റു ബഅദ് പറയാണ്, ബൽ അല്ലല്ല, കേട്ടിട്ടില്ല, ലം യസ്മഅ, അയാളുടെ കൗല് കേട്ടിട്ടില്ല. അങ്ങനെ അവര് തമ്മിലൊരു ചർച്ച, മുത്തല്ലിമീങ്ങൾ തമ്മിലൊരു ചർച്ച. പറഞ്ഞാൽ കേട്ടിട്ടില്ല കേട്ടോ, കേട്ടെങ്കിൽ മറുപടി ഞാനല്ല. അപ്പൊ ചില ആൾക്കാർ പറയാം, കേട്ടോട്ടുണ്ട് മറുപടി പറയാത്ത. അതിന്റെ ഇടയിൽ അവരൊരു ചർച്ച, എന്തോ ചെയ്യാനേ നോക്കൂ. അങ്ങനെ ഹദീസ് കഴിഞ്ഞു. ഹത്താ ഇദാ ഖള ഹദീസുഹു, തങ്ങളുടെ ഹദീസ് കഴിഞ്ഞു. അല്ലെങ്കിൽ തങ്ങൾ വീട്ടി ഹദീസഹു, തങ്ങളുടെ ഹദീസിനെ. ഖാല, എന്നിട്ട് തങ്ങൾ ചോദിച്ചു, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആ ചോദിച്ചതിനെ പറ്റി റായി പറയാണ്, ഐന കാല, തങ്ങൾ ചോദിച്ചു, ഐന എവിടെ എന്ന് ചോദിച്ചു. എവിടെയെന്ന് ചോദിച്ചാൽ ഇനി അവിടെ റാവി പറയാണ്, ഉറാഹു, തങ്ങളെ ഞാൻ ഭാവിക്കുന്നു. അദുന്നിന്റെ മയനാമ ഉറാന്ന് വായിക്കണമെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഭാവിക്കുന്നു. അസ്സായിലു എന്നാണ്, അസ്സായിലു അനിസ്സാഅ, അയിനസ്സായിലു അനി, അയിനാന്ന് ചോദിച്ചുള്ളൂ, അയിനസ്സായിലു അനിസ്സാഅ. അപ്പൊ മറ്റേ ആള് കാല, അപരിഷ്കൃതനായ അയാള് പറഞ്ഞു, ഹാ, അങ്ങനെ ഞാൻ ഇവിടെ ഉണ്ടല്ലോ, അനസ്സായിലു യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞു, ഞാനാണ് ചോദിച്ചാൽ. ഹാ അന അസ്സായിലു എന്നതിന്റെ അർത്ഥം യാ റസൂലല്ലാഹ്. തമ്പീന്റെ അക്ഷരായിരിക്കും ഹാ എന്നുള്ളത്. ഏട്ടാ, കാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇദാ ദുയ്യിഅത്തിൽ അമാനത്തു, ഏറ്റെടുക്കപ്പെട്ട സംഗതികൾ പാഴാക്കപ്പെടുകയാണ് എങ്കിൽ, ഫന്തദറിസ്സാഅ, ഖിയാമത്ത് നാളെ പ്രതീക്ഷിച്ചു. സനദ് മേടിച്ചോണ്ട് വന്നതല്ലേ, സനദിനകത്ത് എന്തൊക്കെയാണ് നല്ലോണം വായിച്ചു നോക്കണം. ഏറ്റെടുത്തോണ്ടും കൊണ്ട് പോരുക, ഓർമ്മ വേണം. അതിനെതിരെ ചെയ്താൽ ഫന്തദറിസ്സാഅ. അത് ഈ ബാബിൽ തന്നെ ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്നുണ്ട്. മാഷാ അല്ലാഹ്. ഇപ്പൊ ഏറ്റവും വലിയ അമാനത്താണ് നമുക്ക് അള്ളാഹു നൽകിയ അമാനത്താണ് ഇൽമ്. ആ ഇൽമിനെ നമ്മൾ തദീഇ ചെയ്യരുത്. അതേ ചെയ്താൽ മനസ്സിലാക്കണം ഖിയാമത്തിന്റെ അടയാളാണെന്ന്. ബാബിൽ ഇൽമിന കൊണ്ടുവന്നാൽ മതി. ഇതെങ്ങനെ ഉണ്ട്, കൊള്ളാം. ബാബു ഖിയാമത്ത് സായൊന്നും അല്ല. അപ്പോൾ ഒരു മനുഷ്യനിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായതും അവൻ ഏറ്റെടുത്ത അമാനത്തുകളിൽ നിന്ന് ഏറ്റവും വലിയ അമാനത്ത് ഇൽമുഹു, അവന്റെ അറിവാണ്. ആ അറിവിനെ വെക്കലിന്റെ അടുത്ത് വെച്ചില്ല എങ്കിൽ അതിനെ പാഴാക്കലാവും.
എന്നറിയിക്കാനാണ് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അതിനെ ഈ ബാബിൽ തന്നെ കൊണ്ടുവന്നത്. വേറെ എവിടെല്ലാം ബാബുണ്ട്, എന്തെല്ലാം ബാബിടാൻ പറ്റും. ഇദാ ളുയ്യഅത്തിൽ അമാന കൈഫ. അപ്പൊ കാല അയാൾ വെച്ചു, അതെങ്ങനെ ഈ അമാനത്തിനെ എങ്ങനെ പാഴാക്കപ്പെടുന്നത്? കൈഫ ഇദാഅത്തുഹ കാല, തങ്ങൾ പറയുന്നു ഇലാ വുസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തദരി സആ. കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നു ഇലാ ഗൈരി അഹ്ലിഹി, അതിന്റെ അർഹരല്ലാത്തവരിലേക്ക്. തട്ടേട്ട മൂലമാരമ്മ മഴന്നോലെ നടക്കുന്നത് രണ്ട് പരിഭാഷയും അയച്ചു കൊടുത്തോണ്ട്. ഇൽമു പറഞ്ഞു കൊടുക്കണമെങ്കിൽ അറിവ് വേണ്ട. ഇൽമു പറഞ്ഞു കൊടുക്കണമെങ്കിൽ അറിവില്ലാത്തവർ ഇൽമു പറഞ്ഞു കൊടുക്കണം. അപ്പൊ പിന്നെ ഇൽമു പറഞ്ഞു പിന്നെ പൈസക്ക് അടികൂടിയായി വേളായി നാടൊക്കെ നാറും. എന്തിനെന്തിനാ പോകുന്നത്? 14 വയസ്സുകാരൻ മഴന്ന് പറയുന്നു, 18 വയസ്സുകാരൻ മഴന്ന് പറയുന്നു, 13 വയസ്സുകാരൻ മഴന്നു. ഇതാ വുസ്സിദൽ അബ്ദു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തദരി സആ. അത് സഖാബിയുടെ മക്കളായാലും വേണ്ടിയില്ല, ആരെ മക്കളായാലും വേണ്ടിയില്ല. ഇൽമു പറയാനും ദൗത്യത്തിന് വേണ്ടി റസൂലുള്ളാഹിനെ എപ്പോഴാണ് ഏൽപ്പിച്ചത്? അല്ലാഹു തആല പറ. പക്വതയും ഭാഗതയിൽ ഏൽപ്പിക്കാൻ പാടുണ്ട്. ഇദാ വുസ്സിദൽ അംറു അൽ മുതഅല്ലിഖു ബിദ്ദീൻ, ദീനിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിപ്പോ നമുക്ക് കാര്യമാണ്, ഒരുപാട് രാഷ്ട്രീയത്തിലായാലും നമുക്ക് പറയണ്ടായിരുന്നില്ല. ദീനിനോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കൽ ഖിലാഫത്തി വൽ ഖദാഇ വൽ ഇഫ്താഇ, അതൊക്കെ അതിന്റെ അധികാരമല്ലാത്തവരിലേക്ക് ഏൽപ്പിക്കപ്പെടുകയാണ് എങ്കിൽ ഫന്തദരി സആ എന്ന് അയാളോട് മറുപടിയും പറഞ്ഞു. അല്ല തിരിഞ്ഞോ? അപ്പൊ ഇത് അപരിഷ്കൃതനാകുമ്പം അയാളോട് പറയാൻ പറ്റി ഒച്ചത്തിലൊക്കെ പറഞ്ഞോട്ടെ, അതിനോട് പോകുന്നില്ല. അയനസായിൽ. അതുകൊണ്ട് അടുത്ത ബാബുമാനായ മുസ്ലിം കൊണ്ടുവരും ബാബു മൻ റഫഅ സൗതഹു ബിൽ ഇൽമി. നാടന്മാരോട് പറയാൻ പറ്റി കട്ടിയിലൊക്കെ പറയണം. അത് തന്നെയാണ് പറഞ്ഞത്. ബാബു മൻ റഫഅ സൗതഹു ബിൽ ഇൽമി. ഇൽമു കൊണ്ട്, ഇൽമി എന്ന് പറയുന്നത് തമ്മീസുനാണ്, ഇല്ലയോ? ആ തമ്മീസോടൊക്കെ ഉറക്കാക്കുന്നത്. അപ്പൊ ബില്ലിൽ വെച്ചാൽ അൽ കലാമുൽ മദ്ലൂലു അലൈഹി അൽ ഇൽമു, കലാമാണ് അതുകൊണ്ട് ഉദ്ദേശം. മനസ്സിലായില്ല? മദ്ലൂലിനെ പറഞ്ഞു ദാലിന്റെ മേൽ മദ്ലൂലിനെ പറഞ്ഞു എന്ന മജാസും മുർസലാക്കിക്കോളി വേണ്ടാ. കാരണം ഇൽമു എന്നുള്ളത് സിഫത്തും മഅനവിയത്താണ്. സിഫത്തും മഅനവിയാകുമ്പോൾ അതിന് ഉറക്കയാക്കലുണ്ടാവില്ല. അതിന്റെ മേൽ അറിയിക്കുന്ന കലാമ് കൊണ്ട് ഉറക്കയാക്കൽ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കണം. കേട്ടാ. സദഖ റസൂലുള്ളാഹ്.